അപ്പോൾ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പൊന്നായാണ് കഥകൊക്കെ തുറന്ന് പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു സിറ്റൗട്ടിൽ. How are you, Katu? Hi, fine, Punama. കാത്തു എണീറ്റ് വന്നൊരു ഡ്രോയിങ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾസ് ഒക്കെ വെച്ച് സബ്ജി പോലെ ഉണ്ടാക്കുകയാണ്. അപ്പം രാവിലെ ഞാൻ പാലാണ് കേട്ടോ കുടിക്കുന്നത്. പാലും മ്യൂസിലിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അത് കഴിക്കും. അത് വീറ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പം അത് കഴിക്കാനാണ് പ്ലാൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ബോയിൽ ആവാത്ത എഗ്ഗും കൂടെ ഉണ്ട് കേട്ടോ. 2 എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നു. അപ്പോൾ ഇതൊരു ലിപ്സ്റ്റിക് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പൊന്നായുടെ കൂടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ കാത്തുവിനെയും കൊണ്ട് സ്കൂളിൽ പോവാണ്. കാത്തുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം. അതിനുശേഷം ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പം ടീച്ചേഴ്സൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പതുക്കെ ക്ലാസ്സിലേക്ക് കയറി. കാത്തു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ കുറേ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബോർഡിലൊക്കെ അങ്ങ് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിന് നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ തന്നായിരുന്നു സ്കൂളിൽ വന്ന പിള്ളേർക്കൊക്കെ. അപ്പോൾ അതെല്ലാം കാത്തു കഴിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കിടന്നു. അതിനുശേഷം വന്ന് ലഞ്ച് കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ മീൻ വെട്ടു. അപ്പോൾ ഞാനും കൂടെ പോയി വെട്ടാവല്ലോ എന്നോർത്ത് ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് വെട്ടുമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കാത്തുവിനെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരെന്നാ നിങ്ങളുടെ പറഞ്ഞേ? അത് കഴിഞ്ഞ് കുറച്ച് വർക്കൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ. ഞാൻ ഭയങ്കര ടയേർഡാണ്. എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ക്ഷീണിച്ചിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ പോമേഗ്രാനറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് ഞാൻ കാത്തുവിനും കൊടുത്തു. കാത്തുവാണ് ശരിക്കും അത് കഴിക്കാൻ വന്നത്. ഞാൻ പിന്നെ ഒരു കുറച്ചെടുത്ത് കഴിച്ചതേ ഉള്ളൂ. പിന്നെ ഡിന്നർ ഇതായിരുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.